ഹായ്, ഞാൻ ഡോക്ടർ ഐശ്വര്യ, MO നാസ് ക്ലിനിക് മുക്കം, കോഴിക്കോട്. പെയിൻ ശല്യം കുട്ടികളിലും മുതിർന്നവരിലും ഇപ്പോൾ ഒരുപോലെ കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. മെയിനായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളിലാണ് ഈ പെയിൻ ശല്യം കൂടുതലായി കണ്ടുവരുന്നത്. അല്ലെങ്കിൽ മുതിർന്നവരായാൽ അവരുടെ ഒരു തലയിൽ ഒരു ഹൈജീൻ കീപ്പ് ചെയ്യാതെ വരുമ്പോഴും കൂടുതലായിട്ട് പെയിൻ ശല്യം കണ്ടുവരാറുണ്ട്. പെയിൻ ശല്യം ഉണ്ടാകുമ്പോൾ നല്ല ചൊറിച്ചിൽ നമ്മുടെ തലയിലും കഴുത്തിലും അല്ലെങ്കിൽ ചെവിയുടെ സൈഡിലൊക്കെ നല്ല ചൊറിച്ചിലുണ്ടാവാം. ചിലർക്ക് അവിടെ ചൊറിഞ്ഞ് പൊട്ടുക അല്ലെങ്കിൽ ചെറിയ കുരുക്കളായിട്ടൊക്കെ രൂപപ്പെടും. ഇല്ലെങ്കിൽ അവർക്ക് അതൊരു സ്കിൻ കണ്ടീഷനായിട്ട് തന്നെ മാറും. ഒറ്റ പോലെ ഉണ്ടാവുക, അവിടുന്ന് മുറി പോലെ ഉണ്ടായിട്ട് വെള്ളം ഒലിക്കുക, അവർ നമ്മൾ അടുത്ത് വരുമ്പോൾ ഒരു ബാഡ് സ്മെല്ല്, അങ്ങനെയൊക്കെ കുട്ടികളുടെ മുതിർന്നവരും കോൺഫിഡൻസിനെ തന്നെ ബാധിക്കാനുള്ള ഒരു സാധ്യത ഈ പെയിൻ ശല്യത്തിന് ഉണ്ട്. നല്ല സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസ് വരുമ്പോൾ ഈ പാന് അല്ലെങ്കിൽ ഈരൊക്കെ തലയുടെ പുറത്തേക്ക് കാണാനും അതുവഴി കുട്ടികൾക്കൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യാനും സാധ്യതയുണ്ട്. ഈ പെയിൻ ശല്യം കൂടുതൽ വഷളാവുന്നതിന്റെ മുന്നേ തന്നെ ട്രീറ്റ്മെന്റ്സ് എടുക്കുക എന്നുള്ളതാണ് ഒരു ബെറ്റർ ആയിട്ടുള്ള ചോയ്സ്. സാധാരണ ഇത് കണ്ടുവരുന്നത് സ്കൂളിൽ പോകുന്ന കുട്ടികളിലാന്ന് പറഞ്ഞല്ലോ. അപ്പൊ കുട്ടികളാകുമ്പോൾ കോണ്ടാക്ട് കൂടുതലായിരിക്കും. ഹെഡ് ടു ഹെഡ് കോണ്ടാക്റ്റോ ഇല്ലെങ്കിൽ അവർ ഒന്നിച്ച് ഉറങ്ങുമ്പോഴൊക്കെ ഈ പാന് ഒരു തലയിൽ നിന്ന് മറ്റു തലയിലേക്ക് പകരാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ഇവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഐറ്റംസ് ഷെയർ ചെയ്യുന്ന വഴിയാണ്. ഒന്നാമത് ചീർപ്പ് അല്ലെങ്കിൽ ടവല്, തൊപ്പി, ബ്രഷൊക്കെ ഷെയർ ചെയ്യുന്ന വഴിയും നമ്മുടെ തലയിൽ പേൻ എത്താനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഇതിൻ്റെ ഒരു പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടും ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒന്ന്, ഹെഡ് ടു ഹെഡ് കോണ്ടാക്ട് മാക്സിമം അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണൽ ഐറ്റംസ് ഷെയർ ചെയ്യുന്നത് നിർത്തുക. പിന്നെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ തലയിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക. തല ക്ലീൻ ആക്കി വെക്കും വേണം, കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും വേണം. കുറച്ച് സിവിയർ അല്ലാത്ത കണ്ടീഷൻസിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡീസ് നോക്കാം. ആദ്യമായിട്ട് തുളസി ഈ പെയിൻ ശല്യത്തിന് ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ്. സോ നമ്മൾ വീട്ടിലുള്ള തുളസി മിക്സിയിലെടുത്ത് അതിൻ്റെ നീരെടുക്കുക. ആ നീര് ഒരു പഞ്ഞിയിൽ മുക്കിയിട്ട് നമ്മുടെ തലയിൽ ഒരു 10-15 മിനിറ്റ് തേച്ചതിന് ശേഷം ഒരു മൈൽഡ് ഷാമ്പു വെച്ചിട്ട് കഴുകിക്കളയുക. എന്നിട്ട് മുടി ഒന്ന് ഡ്രൈ ആയതിനു ശേഷം കുറച്ച് നനവിൽ തന്നെ ഒരു പേൻ ചീർപ്പ് വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് പേന് മാക്സിമം പോകുന്നത് കാണാം. ഇത് ആഴ്ചയിൽ ഒരു 2-3 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ഒരു എഫക്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തുളസിയുടെ കൂടെ തന്നെ ആര്യവേപ്പില കൂടി ചേർക്കുന്നത് നന്നായിരിക്കും. അടുത്തൊരു ഹോം റെമഡി എന്ന് പറയുന്നത് നമ്മുടെ വെളുത്തുള്ളി എടുക്കുക. ആ വെളുത്തുള്ളി ചതച്ചിട്ട് അതിൻ്റെ നീരെടുക്കുക. ഈ നീരിലേക്ക് ഒരു കുറച്ച് നാരങ്ങ നീര് ആഡ് ചെയ്യുക. ഈ ഒരു മിശ്രിതം പഞ്ഞിയിൽ മുക്കിയിട്ട് തലയോട്ടിയിലും അല്ലെങ്കിൽ മുടിയിലൊക്കെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റിന് ശേഷം ഒരു മൈൽഡ് ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. എന്നിട്ട് മുടി ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ഒരു കുറച്ച് നനവ് തന്നെ ഈ ഒരു പാൻ ചീർപ്പ് വെച്ചിട്ട് ചീകി ഈ പാനൊക്കെ കളയേണ്ടതാണ്. ഇതും ആഴ്ചയിൽ ഒരു 2-3 തവണ ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്. കുറച്ചുകൂടി സിവിയർ കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ഈ ഒരു ചൊറിഞ്ഞ് പൊട്ടി ഒലിക്കുന്ന അവസ്ഥയിലൊക്കെ ആൻറ്റിലൈസ് ഷാമ്പു ആണ് ഒന്നും കൂടി നല്ലത്. ഹോമിയോപ്പത്തിക് ആൻറ്റിലൈസ് ഷാമ്പൂസ് നല്ല എഫക്റ്റീവായിട്ട് തന്നെ പെയിൻ ശല്യത്തിന് ഒരു സൊല്യൂഷനാണ്. ഈ ആൻറ്റിലൈസ് ഷാമ്പു നമ്മൾ കുളിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് ഒരു 10-15 മിനിറ്റ് തലയിൽ തേച്ച് പിടിപ്പിക്കുക. അത് കഴുകി കളഞ്ഞതിന് ശേഷം നനവോട് കൂടി തന്നെ ഒരു പെയിൻ ചീർപ്പ് വെച്ച് ചെയ്യുക. ആഴ്ചയിൽ 2-3 തവണ റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഇത് നമ്മൾ ഫ്രീക്വൻ്റ് ആയി ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നത്. കൂടാതെ നമുക്ക് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് വെച്ചിട്ടും ഈ പെയിൻ ശല്യം നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കും.